ഡബിൾ പാസ് ഇങ്ങനെ സാധനം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലെ. എന്താണ് ഈ ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത്? നമ്മുടെ +1 തന്നെ +2 വേണ്ട മാർക്ക് കൂടി വാങ്ങിച്ചെടുക്കുന്നതിനെയാണ് ഈ ഡബിൾ പാസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 120 മാർക്കിന്റെ പരീക്ഷ 60 +1 60 +2 ഇതിന് മൊത്തം ജയിക്കാനായിട്ട് വേണ്ടത് 36 മാർക്കാണ്. ഈ 36 മാർക്ക് നമുക്ക് +1 തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എങ്കിൽ നമുക്ക് +2 വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ പഠിച്ചെടുക്കാനും സാധിക്കും അല്ലെ. ആ ടെൻഷൻ കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അഥവാ +2 മാർക്ക് കുറഞ്ഞാലും +1 നമുക്ക് ഡബിൾ പാസ് മാർക്ക് ഉണ്ട് എങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സേഫ് സോണിൽ എത്താനുള്ള മാർക്ക് ആയിക്കോളും. സോ എങ്ങനെ നമുക്ക് ഈ ഡബിൾ പാസ് ആക്കാം, അല്ലെങ്കിൽ ഡബിൾ പാസിന് വേണ്ടി ഏതൊക്കെ ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്? എല്ലാ ചാപ്റ്ററൊന്നും പഠിച്ച് നിങ്ങൾ തലമുണ്ടാക്കിയെന്ന് വേണ്ട, 19 ഒരു 7 ചാപ്റ്ററുകൾ കിടിലമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ആവാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ സുവോളജിയിൽ നിന്ന് 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. ഒന്ന് അനിമൽ കിങ്ഡം ആണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. രണ്ടാമത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന 2 ചാപ്റ്റേഴ്സ്. അതിൽ ഞാൻ നിങ്ങൾക്ക് സജഷൻ ആയിട്ട് തരുന്നത് ഒന്ന് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ. രണ്ടാമത്തേത് നമ്മുടെ എലിമിനേഷൻ ഓഫ് നൈട്രജനസ് വേസ്റ്റ്, അതായത് നമ്മുടെ കിഡ്നിയെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ. ഈ 2 ചാപ്റ്റേഴ്സും സെറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മുതൽ 10 മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏകദേശം ഒരു 10 മാർക്കോളം നമുക്ക് അനിമൽ കിങ്ഡത്തിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ളത് ഇവിടുന്ന് സെറ്റ് ആകാം. ഇനി ഒരു ചാപ്റ്റർ കൂടി ഞാൻ പറയുന്നു, അത് നമ്മുടെ ബയോ മോളിക്യൂൾസ് ആണ്. സോ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു 20 എബവ് മാർക്സ് സ്കോർ ചെയ്യാം. 20 എബവ് എന്ന് പറയുമ്പോൾ ഏകദേശം 25 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ഒരു 4 ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ബോട്ടണിയിൽ നിങ്ങൾ സെറ്റ് ആക്കി വെക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് ഫോട്ടോസിന്തസിസ്, അടുത്തത് റെസ്പിറേഷൻ, ദെൻ സെൽ സൈക്കിൾ. സോ സെൽ സൈക്കിളിനെ കുറിച്ചുള്ള ആ ചാപ്റ്ററും കൂടി പഠിച്ച് ആ ഒരു 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15ഓളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും ഈ ഒരു 7 ചാപ്റ്റേഴ്സ് നമ്മൾ കിടിലമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 36 ആ റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഒരു ചാപ്റ്റർ കൂടി ഞാൻ സജഷൻ ആയിട്ട് പറയുന്നു, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൂടി നിങ്ങൾ ആ ഒരു 8 ചാപ്റ്റർ അപ്പോൾ ആവും. 7ന്റെ കൂടെ ഒരു 8 കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാലും നമുക്ക് ആ ബയോളജി ക്ലാസിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്ത് ഡബിൾ പാസിനുള്ള മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ 19 ചാപ്റ്ററിൽ നിന്നും ഒരു 8 ചാപ്റ്റർ നിങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് +2 കൂടി പാസ് ആകാനുള്ള മാർക്ക് +1 നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കൂ, അടിപൊളിയായിട്ട് സപ്പോർട്ടോട് സൈലം എപ്പോഴും കൂടെ ഉണ്ടാകും. സോ നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സിലും കിടിലമായിട്ട് കാണും. ഉറപ്പാണ് ഡബിൾ പാസ് അല്ല, നിങ്ങൾ A+ തന്നെ നേടിയെടുക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye.